ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന കുറച്ച് വില്ലകളാണ്. ഇവർ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിക്ക് വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്നും പൂക്കാട്ടുപടിയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. ഇതൊരു 15ഓളം വില്ലകളാണ് ഈ കാണുന്ന വില്ല പ്രൊജക്റ്റിനകത്തുള്ളത്. ഏകദേശം 9 വില്ലകളോളം നമുക്ക് ഇവിടെ സെയിലായിട്ടുണ്ട്. ബാക്കിയുള്ള 6 വില്ലകളോളമാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വില്ലകളുടെയൊക്കെ പുറത്തു നിന്നുള്ള ഈ എലിവേഷനൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കും ഇതൊക്കെ വളരെ വലിയ ബഡ്ജറ്റിലുള്ള വില്ലകളാണെന്ന്. അങ്ങനെ കരുതണ്ട. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന നിങ്ങളുടെ പോക്കറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ പ്രൈസിലാണ് നമുക്ക് ഈ വില്ലകൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ വില്ലകൾ നമുക്കൊരു 6ഓളം ഇവിടെ സെയിലിനായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാം കാണിച്ചു വരുമ്പോൾ വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഞാൻ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. പ്രൈസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോകളുടെയൊക്കെ നമുക്ക് പോകെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന്, ഞാൻ പറഞ്ഞു, എളുപ്പം പൂക്കാട്ടുപടിയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. അതുപോലെ ഇവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വെറും 11 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ വെറും 17 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ ലുലു മാളിലേക്കൊക്കെ ആണെങ്കിൽ 15 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിൽ തഗ്ദീസ് ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ രാജഗിരി മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നിന്നും എത്തിപ്പെടാവുന്നതാണ്. ഒരുപാട് നല്ല സ്കൂളുകളാണെങ്കിലും ഈ പരിസരത്തൊക്കെ ആയിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 15ഓളം വില്ലകളുണ്ട്. അതിനകത്ത് ഈ സെയിലായി പോയ 9 വില്ലകളിലും ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള ഒരു 4 വില്ലകളാണ് നമുക്കിപ്പോൾ റെഡി ആയിട്ട്, 4-5 വില്ലകളാണ് നമുക്കിപ്പോൾ റെഡി ആയിട്ട് സെയിലിനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മെയിൻ റോഡ് കഴിഞ്ഞാൽ വില്ലകളിലേക്കുള്ള വഴി വന്നിട്ട് ഇതുപോലെ ഇന്റർലോക്കിംഗ് ചെയ്ത ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് ഇവിടെ എല്ലാം തന്നെ ടൈല് പാകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീട് ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഗേറ്റും മതിലെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മതിൽ വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ വൈറ്റ് കളറാണ് മെയിനായിട്ട് ഒരു ബേസ് കോട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അത് തന്നെയാണ് വീടിന്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത്. എലിവേഷൻ നോക്കുവാണെങ്കിൽ സ്ക്വയർ ആൻഡ് ഒരു എ ഷേപ്പ് കാറ്റഗറിയിലും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള പെയിന്റുകളൊക്കെ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്കിങ്ങനെ തുറന്നു വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഗേറ്റിൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് കാർ പോർച്ചും അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഫ്ലോറിലെല്ലാം തന്നെ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് അവർ ഡിസൈൻ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിനകത്ത് നമുക്ക് ഒരു വാഹനത്തിന്, ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. കാർ പോർച്ചിന്റെ മുകളിലൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു പില്ലർ വന്നിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം പകുതിയോളം തന്നെ ഈ ഒരു സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലുള്ള ചെറിയ കല്ലുകളാണ് അവർ വിരിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റിനും നമുക്ക് ഒരാൾക്ക് കടന്നു പോകാനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് അവർ ഈ വീട് ചെയ്തിരിക്കുന്നത്.
അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് വീണ്ടും കാർ പോർച്ചിന്റെ ഏരിയയിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നമുക്കിത് നോക്കേണ്ടത് ഈ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്കൊരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂ വീലേഴ്സ് ഒക്കെ ധാരാളം വെക്കാനുള്ള സ്പേസ് കൂടി നമുക്ക് ഇവിടെ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബാക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെയാണ് അവർ വിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നോക്കിയാലും കാണാം ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് രണ്ട് സൈഡും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലേക്കുള്ള നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കിണർ ഇവിടെയുണ്ട്. അത് കൂടാതെ തന്നെ പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടറും കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഷൂ റാക്ക് 3ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഷൂ റാക്ക് കൂടി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പില്ലറൊക്കെ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ പില്ലർ അവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് മെയിൻ ഡോർ. ഒറ്റ പാളിയിലായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് ഡോർ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ഫ്ലോറിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല നീളത്തിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈനുകൾ വരുന്ന രീതിയിലാണ് ടൈലിന്റെ ഡിസൈൻ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റിനുള്ള സ്പേസ് ആണ്. ആ ഒരു വുഡൻ കളർ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള സ്പേസ് മാത്രമാണ് ബ്ലാക്ക് കളറിലായിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ധാരാളം LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട്, അത് TV യൂണിറ്റും അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാനുള്ള സ്പേസും കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് അവർ ഇതുപോലുള്ള വുഡൻ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെയൊക്കെ റൂഫിൽ നോക്കിയാൽ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്താണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 2 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് കാണാത്ത രീതിയിൽ ഇതുപോലെ വുഡൻ പാനലിംഗ് ചെയ്തിട്ട് തന്നെയാണ് അവർ വിൻഡോസിന്റെ ആ ഒരു പോർഷനൊക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നമുക്കറിയാം നോർമലി എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെയാണ് കവർ ചെയ്തിട്ട് 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു എൻട്രൻസിലൂടെ കടന്നു വന്നാൽ നമുക്കൊരു വലിയ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഡൈനിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയാണ് 2 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഭാഗത്ത് 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിനിയിപ്പം ഇവിടെ അത്യാവശ്യം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഷ് ബേസിൻ ആണ്. അത് ഈ ഒരു ഭാഗത്തായിട്ട് ജെറയുടെ ഫിറ്റിംഗ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടി തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇതിന്റെ ലെങ്ത്തിനനുസരിച്ച് അതേപോലെ ലെങ്ത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള LED ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കിട്ടുന്ന റേറ്റ് ആണ് ഇതിന്റെ വളരെയധികം ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റേറ്റിനെ കുറിച്ചും ഇത് ഇപ്പം ഇതിന്റെ ഒരു ഡൈനിങ് സ്പേസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഒരു ചെറിയ സ്പേസിലല്ല ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റും അത്ര ചെറുതല്ല, ലാൻഡും ചെറുതല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ ചാനൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. അപ്പൊ അവിടെ നിന്ന് ക്യാമറയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ഈ ലെങ്ത് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്രമാത്രം സ്പേഷ്യസ് ആണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്നുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ എൻട്രൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലുള്ള ഭംഗിയായ വുഡൻ വർക്കുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു ചെറിയ ക്രോക്കറി ഷെൽഫ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളൊക്കെ ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഭാഗത്തൊരു ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. മെയിൻ കിച്ചണിന്റെ ഒരു ഡോറ് കൂടാതെ ചെറുതായിട്ടൊരു ചെറിയൊരു ഓപ്പണിംഗ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടി കിട്ടുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫാമിലിയിലുള്ള 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്.
കിച്ചന്റെ ഈ ഒരു കിച്ചൺ കബോർഡിൽ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വൈറ്റ് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത്. മുകളിൽ തന്നെ 2 ലെയറുകളായിട്ടാണ് നമുക്ക് കബോർഡുകൾ അവിടെ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് അവർ ചിമ്മിണി ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് എല്ലാം വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന കബോർഡുകൾക്കെല്ലാം തന്നെ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. കിച്ചന്റെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡോറുകളൊക്കെ നമുക്ക് ക്യാബിനറ്റുകളൊക്കെ ഓപ്പൺ ചെയ്താൽ കാണാം. പ്ലേറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് വെക്കുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. അതുകൂടാതെ കിച്ചന്റെ റൂഫിൽ നോക്കിയാൽ നമുക്ക് കാണാം ചെറിയ രീതിയിൽ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കാണാം. ഫ്ലോറിംഗ് എല്ലാം നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് അവർ കവർ ചെയ്തിട്ടില്ല. വീട് പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ചിലർക്ക് വർക്ക് ഏരിയ വേണ്ടാന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്പേസ് അവിടെ വേക്കന്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഈ ഒരു വീട്ടില് 3 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം വരുന്നത് താഴെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു വുഡൻ കളർ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് കാണാത്ത രീതിയിൽ വുഡൻ പാനലിംഗ് ഇട്ടിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് എല്ലാവിധ ഫെസിലിറ്റികളോടും കൂടിയിട്ട് നമുക്ക് മിറർ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ അവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ 3 ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറുകളുണ്ട്. താഴെ നമുക്ക് സ്ലൈഡ് ചെയ്താൽ നമുക്ക് വലിച്ചു തുറക്കാവുന്ന തരത്തിലുള്ള ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ കാണുന്ന ഓപ്പണിംഗ് സ്പേസിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിനിമൽ വർക്കുകൾ മാത്രമാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു ടൈലാണ്. യെല്ലോ കളറും വൈറ്റും കൂടെ കൂടി ഒരു കോമ്പിനേഷനുള്ള കളറാണ് ഇവിടുത്തെ ബാത്റൂമിനകത്തൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഈ ബെഡ്റൂമിൽ നിന്നും തിരിച്ച് ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് സ്പേസിലൂടെ നമ്മൾ നടന്നു വന്ന് ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് വരണം. ഇനി നമുക്ക് മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ വീടിന് സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാം സ്റ്റെപ്പുകളെല്ലാം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാം. ഗ്ലാസ് ഇട്ടിട്ട് പെർഗോള മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈക്വലായിട്ട് നേരെ മുകളിലേക്ക് നോക്കിയാലും കാണാം അവിടെയും നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓപ്പണിങ്സ് അവർ കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൂഫിലേക്ക് നോക്കിയാൽ കാണാം സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് തുടങ്ങി റൂഫിലുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വാരി വലിച്ചിടാതെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്ന സമയത്താണെങ്കിലും ഇതിന്റെ ഹാൻഡ് റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ഇന്നർ പോർഷൻസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വുഡിന്റെ ഒരു ചെറിയ പീസുകളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാം കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ വായു സഞ്ചാരം കടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പണിങ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാള് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളുടെ അപ്പർ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ TV വെക്കാനുള്ള TV യൂണിറ്റിനുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഹാളിന്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അവർ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ TV യൂണിറ്റിന്റെ ഒക്കെ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡോറ് കാണാം. നമുക്ക് ഇത് തന്നെ ആദ്യം ഒന്ന് കണ്ടുപോകാം. ഈ ഒരു ഡോറ് തുറന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഒരു വലിയ ഏരിയ തന്നെയാണ് ഈ ഒരു ബാൽക്കണിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നല്ല വുഡൻ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാലും കാണാം നല്ല ഭംഗിയുള്ളൊരു വുഡൻ വർക്ക്, ഒരു വലിയൊരു സർക്കിൾ പോലത്തെ ഒരു വുഡൻ വർക്കാണ് അവരവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ചുറ്റിനുമാണെങ്കിലും തന്നെ നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്.
ചുറ്റിനുമുള്ള വില്ലകളൊക്കെ ഞാൻ ഓൾറെഡി താഴെ നിന്ന് തന്നെ നിങ്ങളോട് കാണിച്ചു തന്നിരുന്നു. എങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വിഷൻ കുറച്ചുകൂടെ ഭംഗിയുള്ളതാണ്. ഇവിടെയുള്ള വീടുകളുടെയൊക്കെ എലിവേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവായിട്ടും നല്ല ഒരു ലക്ഷൂറിയസ് ലുക്ക് തോന്നുന്ന രീതിയിലുമാണ് ഈ കാണുന്ന വില്ലകളുടെ എല്ലാം തന്നെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് ഇത്രയും എലിവേഷനൊക്കെ ഭംഗിയായ വീടുകൾക്ക് വരുന്ന പ്രൈസ് ഭയങ്കര ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. പ്രൈസ് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഈ ഒരു ഹാളിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. TV യൂണിറ്റിന്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഭാഗത്തൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇതാണ് ഡോറിന്റെ പാറ്റേൺ. ഈ ഒരു വീട്ടില് 3 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും 3 ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഈ 2 വോളുകളിലായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് വെച്ചിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ പക്ഷേ കളർ വൈസ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് വുഡും വൈറ്റ് കളറും കൂടെ വരുന്ന രീതിയിലുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മിറർ ഫെസിലിറ്റിയും വരുന്നുണ്ട്. റൂഫിൽ നോക്കിയാൽ നമുക്ക് കാണാം, റൂഫിൽ മാത്രമല്ല ഈ വിൻഡോയുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടെ ഇറക്കിയായിട്ടാണ് അവർ റൂഫിലെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വർക്കുകളും ഉണ്ട്, എന്നാൽ ഒട്ടും അധികവുമാകാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ ഒക്കെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഒരു ചെറിയ ഒരു ബ്രൗൺ കളറിലെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ടൈലുകളാണ് ഇവിടെ എല്ലാം തന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിന്റെ ചെറിയൊരു പാസേജ് പോലെ ഇവിടെ ഒരു ഭാഗമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് അത് കണ്ടു നോക്കാം. നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെ നേരെ കയറി വരുമ്പോൾ നമുക്ക് കാണാം, ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിൽ ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അവർ കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയയിലേക്ക് മാറിയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു മിറർ നമുക്ക് ചെറിയൊരു ഡ്രോയും അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു റൂമിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം, മറ്റേ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു വെറൈറ്റി ഉള്ള വർക്ക് തന്നെയാണ് റൂഫിൽ കൊടുത്തിട്ട്. ഒരു ക്യാപ്സൂൾ ഷേപ്പിലുള്ള ഒരു വർക്കാണ് റൂഫിൽ ചെയ്തിട്ട് അവർ LED ലൈറ്റുകളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ടൈലുകൾ വന്നിട്ട് നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്ത് നേരെ നമുക്കൊരു ഡോറ് കാണാം. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് ആക്ച്വലി ഇതിന് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു റൂം ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഈ ജനലും ഈ ഒരു ഡോറും ഒന്നുകൂടെ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ റൂം ഉപയോഗിക്കാം. വീട്ടിൽ എമർജൻസി ആയിട്ട് ആരെങ്കിലും ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഫാനിനുള്ള ഒരു ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂം നമുക്ക് അത്യാവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഈ ഒരു ഡോർ നിങ്ങൾക്ക് കാണാം. ഇത് വന്ന് മുകളിൽ ടെറസിലേക്ക് പോകുന്നതാണ്. പ്രത്യേകിച്ച് ടെറസിലൊന്നുമില്ല, ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ സ്റ്റെപ്പുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പല വീടുകളിൽ നമ്മൾ റെഡിമെയ്ഡ് സ്റ്റെപ്പുകൾ കാണാറുണ്ട്. അങ്ങനെയല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വാർത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വില്ലകളിൽ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 15ഓളം വില്ലകളുള്ളതിൽ ഏകദേശം 9 വില്ലകളോളം നമുക്ക് ഇവിടെ സെയിൽ ആയിട്ടുണ്ട്. 9 വില്ലകൾ സോൾഡ് ഔട്ട് ആണ്. ബാക്കിയുള്ള 6ഓളം വില്ലകളാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത്. വളരെ ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ വില്ലകളെല്ലാം പണിത് വളരെ ചുരുങ്ങിയ ഒരു പീരീഡിൽ തന്നെയാണ് ഈ 9 വില്ലകൾ സെയിൽ ആയിരിക്കുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എലിവേഷൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഈ ലൊക്കേഷൻ നല്ലതാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. എടുത്തു പറയേണ്ടത് ഈ ഭാഗത്തൊന്നും തന്നെ 2018 ഫ്ലഡ് അഫക്റ്റഡ് അല്ല. നമുക്ക് ഇവിടെ ഒന്നും തന്നെ വെള്ളം കയറിയിട്ടില്ല. അതുപോലെ തന്നെ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് അറിയാം റെഡ് സോയിൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെങ്കല്ലാണ്. നമുക്ക് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ റിങ് ഇറക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എർത്തിൽ നിന്ന് വരുന്ന വാട്ടർ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെന്റ് ഓഫ് ലാൻഡിലാണ്. 3 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1620 ആണ്. 1620 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഇതിന് താഴെ കാർപോർച്ചിൽ നമുക്ക് ഒരു വാഹനത്തിനാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 59 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 59 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും ഇതിന്റെ അടുത്തുമൊക്കെ കിടക്കുന്ന ബാക്കിയുള്ള വിലകൾക്കാണെങ്കിൽ ഇതിലും പ്രൈസ് കുറവാണ്. 57 lakh, 58 lakh ഇങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികൾ കിടക്കുന്നുണ്ട്. അത് കൂടാതെ കുറച്ചും കൂടെ കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ 85ന്റെ കുറച്ചുകൂടെ ലാൻഡ് അളവ് കൂടിയ ഒരു വീട് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിത് കാണിക്കാൻ കാരണം കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളവർക്കാണ്. 57, 58, 59 ഈ ഒരു പറയുന്ന കാറ്റഗറികളിൽ 57, 58, 59 കാറ്റഗറികളിൽ വീടുകൾ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും സൂട്ടബിൾ ആയിട്ടുള്ള വീടുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിലും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള വീടുകളും ഇതിൽ കുറഞ്ഞ വീടുകളൊക്കെ ഇനിയും മാർബിൾ ഹോംസിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ വാങ്ങണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.